Good evening, everyone. Am I audible? Yes. Okay, fine. Hope all of you are doing great. Before we begin today's session, I want to ask you all a simple question. Are you ready? Present ആയ എല്ലാരും ഒന്ന് നെയിം ഒന്ന് ചാറ്റ് ബോക്സിലിട്ടെ. Okay. Fine. Anyway, let's start. I will ask you a question first. What do you think is the most important part behind AI? Any answers? Is it really robots, coding, algorithm, ML, or anything else? Do you have any other answers? Am I audible, right? Okay, fine. Do you have any answers, Alvin? I'm asking what's the most important thing behind AI? Is that robots, coding, algorithms, machine learning, etc.? Data. Yes, it is data. So, as you said, data is the most important thing behind AI. So that's the reason when you open Instagram, you can see the reels that you like the most. And also when you are surfing just on YouTube, it automatically recommends you what you like, or it recommends exactly what you watched before, right? ആൻഡ് ഓൾസോ ഇപ്പൊ ഗൂഗിൾ മാപ്പ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റസ്റ്റ് റൂട്ട് കാണിക്കും. പിന്നെ നെറ്റ്ഫ്ലിക്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സജഷൻസ് നിങ്ങൾ ഓൾറെഡി വ്യൂ ചെയ്ത മൂവിനോട് റിലേറ്റബിൾ ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി റെക്കമെൻഡ് ചെയ്ത് കാണിക്കും. അപ്പൊ നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ ഇങ്ങനത്തെ ഒരു സംഭവം എന്തുകൊണ്ടാണിത്, ഇത് എന്താന്നൊക്കെ? ഇത് ആക്ച്വലി റാൻഡം ആയിട്ട് നമ്മുടെ സിസ്റ്റം റെക്കമെൻഡ് ചെയ്യാണോ? എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ? Anyone have answers? ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നില്ലേ? റെസ്പോൺസ് പോരല്ലോ. എന്താണ് എല്ലാരും ഒരു ഉഷാറില്ല? വീക്കെൻഡ് ആയതുകൊണ്ടാണോ? എല്ലാരും അവൈലബിൾ അല്ലേ? ഫ്രീ അല്ലേ എല്ലാരും? സിസ്റ്റം ഓൺ ചെയ്ത് മുങ്ങിയോ? ഒന്ന് കമന്റ് ബോക്സിൽ ഒരു ഫയറോ സംതിങ് ഇട്ട് എനിക്കൊന്ന് ആഫ്റ്റർ ഓൾ അറിയാനാ. യു ഗൈസ് ആർ ലൈവ്. ഓക്കെ. നിങ്ങൾ എന്താ മൈക്ക് ഓൺ ചെയ്യാതെ? ഞാൻ ചോദിക്കട്ടെ, ലെറ്റ് മീ ആസ്ക്. റമീസ്, പ്ലീസ് ഓൺ യുവർ മൈക്ക്. യെസ് മിസ്. ഹലോ. ഓക്കെടാ, നീ കമന്റ് ബോക്സിൽ റിപ്ലൈ ഇട്ടോണ്ട് വിളിച്ചാണ്. ഞാൻ ചോദിക്കട്ടെ, അതായത് ഇപ്പോ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു എന്ത് ഡാറ്റ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് AI എന്നുള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചു, നമ്മളിപ്പോ യൂട്യൂബില് ഇപ്പൊ നമ്മളൊരു മൂവി സീൻ ചെയ്തു, ആ വ്യൂ ചെയ്തിട്ട് ചിലപ്പോൾ അടുത്ത റെക്കമെൻഡേഷൻ വരുന്നത് ഓട്ടോമാറ്റിക്കലി അതിനോട് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ ഒരു നിങ്ങൾ ML റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ കണ്ട അടുത്തത് കയറി വരെ അതായത് AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അത് നമ്മുടെ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ ഗാഡ്ജറ്റ്സ് റാൻഡംലി കാണിക്കാന്നാണോ? എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ?
നിങ്ങൾക്ക് എന്തും ഇതിൽ പറയാട്ടോ, നിങ്ങൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ. ആ, അല്ല അല്ല എന്നൊക്കെ പറയുന്നു. അല്ല എന്ന് പറഞ്ഞ ആൾക്കാർ പേഴ്സണലൈസ്ഡ് ഫീഡ്. ഈ പേഴ്സണലൈസ്ഡ് ഫീഡ് കൊണ്ട് നീ എന്താ റമീസ് ഉദ്ദേശിച്ചേ? നീ ഓൾറെഡി അത് പ്രീസെറ്റ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ നിനക്ക് ഇത് വേണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ നീ നിന്റെ ഫോണില്, ഈവൻ യൂട്യൂബിലാണെങ്കിലും അങ്ങനത്തെ പോസിബിൾ ആണോ? ആൽബിൻ, ഐശ്വര്യ, നിങ്ങൾക്ക് ആൻസർ അറിയാത്തത് കൊണ്ടാണോ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാത്തത്? അല്ല, വോയിസ് ബ്രേക്ക് ആവുക നെറ്റ്വർക്കിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ബിക്കോസ് നിങ്ങൾ മെസ്സേജ് അയക്കണ ലാഗായിട്ടാണോ എനിക്ക് കാണുന്നത്? അല്ല, നമ്മൾ സെർച്ച് ഹിസ്റ്ററി ആൻഡ് കോൺവെർസേഷൻ ബേസ്ഡ്. എക്സാക്ട്ലി. അതായത് none of these systems are guessing randomly. They are learning from something. Like you said, നമ്മുടെ സെർച്ച് ഹിസ്റ്ററി അല്ലെങ്കിൽ നമ്മുടെ കോൺവെർസേഷൻ ബിൽഡ് ചെയ്തതിനെ അതിന് എന്റെ മൈ കംപ്ലൈന്റ് ആണ്. സോറി, ഇറ്റ്സ് ഓക്കെടാ. ഓക്കെ, അപ്പോ ദാറ്റ് സംതിങ്, അതായത് ഇപ്പൊ നീ പറഞ്ഞ പോലെ നമ്മൾ സെർച്ച് ചെയ്യണ സംതിങ് അല്ലെങ്കിൽ നമ്മുടെ കോൺവെർസേഷനിൽ റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സംതിങ് ആണ് ആക്ച്വലി ഡാറ്റ. ക്ലിയർ? ക്ലിയർ ആയ എല്ലാരും ഒരു ഫയർ ഇട്ടെ. Okay. Every click you make, every video you watch, every search you type, every online purchase you make, all of this create data. And the data becomes the fuel for the intelligent system. Without data, AI is nothing. Which means no predictions, no recommendations, no automation, no intelligence. Okay, clear? Fine. That's why today's topic is extremely important. I'm introducing to you data, the lifeblood of AI. Is it visible? Okay, fine. So welcome to day 3 of AI/ML Foundation. Today we are learning data, the lifeblood of AI. This session is important because before building intelligent or AI models, you must first understand the thing that powers them. And that is exactly the data. You can build the world's most advanced AI model. But if the data is poor, the output will be also poor. ക്ലിയർ ആവുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയാണ്, ഒരു ചെറിയ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ എക്സാം എഴുതാൻ പോവാണ്. ഇപ്പൊ നമ്മൾ എക്സാം എഴുതാൻ പോണ സമയത്ത് ഒരു തേങ്ങയും പഠിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് എക്സാം എഴുതാൻ പറ്റുമോ? നിങ്ങളുടെ പ്രിഡിക്ഷൻസ് ക്ലിയർ ആവുമോ? അബ്സല്യൂട്ട്ലി. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന മോഡലിൽ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന ഡാറ്റ മസ്റ്റ് ബി വാലിഡ്. അപ്പോ എന്നാ മാത്രമുള്ളൂ നമ്മുടെ ആ ഒരു മോഡൽ നമുക്ക് തിരിച്ചു തരണ ഔട്ട്പുട്ടും വാലിഡ് ആവുള്ളൂ. ഐ മീൻ ഗുഡ് പ്രിഡിക്ഷൻസ് ആവുള്ളൂ. ക്ലിയർ? ഫോർ എക്സാമ്പിൾ, ഗാർബേജ് ഇൻ ഈക്വൽ ടു ഗാർബേജ് ഔട്ട്. ഇപ്പൊ നമ്മൾ പൊട്ടത്തരാണ് അതിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചും പൊട്ടത്തരം തന്നെ തിരിച്ചു കിട്ടുള്ളൂ. If you feed bad quality data to an AI model, you will get bad predictions. Simple. As I said, നമ്മൾ അതിന്റെ എക്സാമ്പിൾ അത് തന്നെയാണ് ഹ്യൂമൻ ബ്രെയിന്. നൗ അതായത് നമ്മളെ തലയിൽ നമ്മൾ ഒന്നും പഠിക്കാണ്ട് പോയിട്ട് ഒരു എക്സാം എഴുതാണെന്നുണ്ടെങ്കിൽ, can a student write an exam without learning anything? No. Same as that, can AI make smart predictions without data? Again, no. Just like human learns from experience, AI also learns from the data. The more useful and quality gets, the better it performs. So now today's agenda, we are going to explore what exactly the data is, different types of data, what data is the foundation of AI, what data sets are, how Python helps us analyze data, and last not the least, a hands-on activity using real student mark list sheet too. Okay, so let's begin our session, right? All of you ready? Okay, fine.
Now let's begin with the basic question. What exactly is data? What's your opinion? Collection of Chatbot. information. Collection of information of information in the sense എന്തൊക്കെ അതിൽ ഇൻക്ലൂഡ് ആയിരിക്കും? ആരാ പറ? ഐശ്വര്യാണോ പറഞ്ഞേ? Hello, am I audible? Yes, okay, fine. So as you said, it's actually the collection of information, observation, measurements, and facts. In simple words, anything that can be recorded and stored that can be called as data. Clear? Just a second. ഞാൻ chat bot ഇതിൽ പോണ സമയത്ത് എനിക്ക് ആക്ച്വലി നിങ്ങളുടെ വ്യൂ ചെയ്യണില്ല. ഓക്കെ, ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? അതായത് നമുക്ക് ജസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന എനി കൈൻഡ് ഓഫ് സാധനത്തിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡാറ്റ. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ എക്സാം മാർക്സ്, അറ്റൻഡൻസ് പെർസെന്റേജ്, നമ്മുടെ ഫോൺ കോണ്ടാക്ട്സ്, ഇൻസ്റ്റഗ്രാം ലൈക്സ്, വെദർ കണ്ടീഷൻസ് ഉണ്ടല്ലോ, ടെമ്പറേച്ചർ വാല്യൂ ഡിഗ്രി സെൽഷ്യസിൽ, ആൻഡ് ഈവൻ നമ്മുടെ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി പോലും നമുക്ക് എന്താ ഡാറ്റന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാം. Now in AI and ML, data is the raw material. It's actually the input from which machine learn. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫ്യൂവൽ പറയണമെന്നുണ്ടെങ്കിൽ, ഒരു കാർ ഓടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? എണ്ണ വേണ്ടേ? ഫ്യൂവൽ. സെയിം ആസ് ദാറ്റ് നമുക്ക് നമ്മുടെ എ ഐക്കും തന്നെ ഡാറ്റ ഇല്ലാണ്ട് ഒരിക്കലും പെർഫോം ചെയ്യാൻ കഴിയില്ല. The better the fuel, the better the performance. The better the data, the better AI model. Clear? Okay, clear. So നമ്മുടെ മെയിൻ സെക്കൻഡ് സ്ലൈഡിലെ മോർ ഐഡിയ എന്ന് പറഞ്ഞാൽ നോ ഡാറ്റ നോ AI. ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ. സോ നമുക്കിനി ടൈപ്സ് ഓഫ് ഡാറ്റ പഠിക്കാം. ആരെങ്കിലും ഇതിന്റെ മുന്നേ ഇത് പഠിച്ചിട്ടുണ്ടോ? ടൈപ്സ് ഓഫ് ഡാറ്റ. യെസ്. എത്ര ടൈപ്പ് ഓഫ് ഡാറ്റ പഠിച്ചിട്ടുണ്ട്? വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഡാറ്റ? Structured, unstructured, semi-structured. ജസ്റ്റ് ഒന്ന് പ്രിഡിക്ട് ചെയ്തേ. നിങ്ങളൊന്ന് പ്രിഡിക്ട് ചെയ്യണേ, ഞാൻ കാണട്ടെ. ആദ്യത്തെ പറഞ്ഞു ഇല്ല, ഫൈൻ. ഐശ്വര്യം ആൽബിനൊക്കെ അറിയാന്ന് പറഞ്ഞല്ലോ. ജസ്റ്റ് ഒന്ന് സജസ്റ്റ് കരോ. ഏതൊക്കെ ആയിരിക്കും? ജസ്റ്റ് ചോയ്സസ് അല്ലേ ഇതൊക്കെ, നിങ്ങൾ ജസ്റ്റ് പറയൂ. സ്ട്രക്ചേർഡ് ഡാറ്റ, ഫൈൻ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? അൺസ്ട്രക്ചേർഡ് ഡാറ്റ. ഗ്രേറ്റ്. എല്ലാരും ഒരു ആൽബിനൊരു ഫയറും ക്ലാപ്സ് ഒക്കെ കൊടുത്തേ. നൈസ് നൈസ്. Okay, so as he said, data can be divided into two: structured data as well as unstructured data. So coming to the structured data, this is the data arranged in organized format, usually rows and columns. അതായത് ബേസിക് ആയിട്ട് നമ്മുടെ ഒരു എക്സൽ ഷീറ്റ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ലൈക്ക് ടേബിൾസ്, പിന്നെ CSV ഫയൽസ് എല്ലാവർക്കും അറിയോ? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും CSV ഫയൽസ്? ഓക്കെ, ഫൈൻ. ഇപ്പൊ നമ്മുടെ ML ഒക്കെ ഐശ്വര്യ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് അല്ലേ?
സോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ബാക്കി എല്ലാവരും ചിലപ്പോൾ CSV ഫയൽസ് അത്രത്തോളം കേട്ടിട്ടുണ്ടാവില്ല. എന്താന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം വഴിയെ. ഓക്കെ, അപ്പോ അതൊക്കെയാണ് എന്ത് എക്സാമ്പിൾസ് ഓഫ് നമ്മുടെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് യൂഷ്വലി റോസ് ആൻഡ് കോളംസ് ആയിട്ടുള്ള ഡാറ്റനെ നമുക്ക് എന്ത് പറയാം, സ്ട്രക്ചർ ഡാറ്റ. ഇപ്പൊ നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്കൂളിലാണെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് മാർക്ക് എൻട്രി ചെയ്യണേ, ഇപ്പോ എംപ്ലോയീസിന്റെ സാലറി റെക്കോർഡ്സ്, ബാങ്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് പറയാൻ പറ്റും, സ്ട്രക്ചർ ഡാറ്റയ്ക്ക് വിളിക്കാൻ പറ്റും. ഇറ്റ്സ് ആക്ച്വലി ഈസി ടു റീഡ്, സ്റ്റോർ ആൻഡ് അനലൈസ്. ക്ലിയർ? സോ അൺസ്ട്രക്ചർഡ് ഡാറ്റ നേരെ എന്തായിരിക്കും, ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ദിസ് ഡാറ്റ ഡസൻ ഫോളോ എ ഫിക്സ്ഡ് ഫോർമാറ്റ്. നിങ്ങൾക്ക് ഈ PPTs ഒക്കെ വേണോ? ഓക്കെ ഫൈൻ. അപ്പൊ ഞാൻ 3 PPTസും കൂടിയിട്ട് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം, ഫൈൻ, ക്ലാസ്സിന് ശേഷം. ഓക്കെ. സോ ഇതിന്റെ എക്സാമ്പിൾ ആണ് നമുക്ക് എന്ത് പറയാം, ഫിക്സ്ഡ് ഫോർമാറ്റ് ഇല്ലാത്ത ഐറ്റംസ് ആണ് എന്ത് അൺസ്ട്രക്ചേർഡ് ഡാറ്റ. അൺസ്ട്രക്ചേർഡ് ഡാറ്റയുടെ എക്സാമ്പിൾസ് അപ്പൊ എന്തായിരിക്കും, നമ്മൾ ഇമേജസ്, വീഡിയോസ്, ഓഡിയോ, ഇമെയിൽ, സോഷ്യൽ മീഡിയ പോസ്റ്റ്, ഇതൊക്കെ ആക്ച്വലി മോർ കോംപ്ലക്സ് ആണ്. അപ്പൊ കമ്പ്യൂട്ടർ നീഡ് അഡ്വാൻസ് AI ടെക്നിക്സ് ലൈക്ക് കമ്പ്യൂട്ടർ വിഷൻ, നാച്ചുറൽ LNP, ഡീപ് ലേണിംഗ് ടു അണ്ടർസ്റ്റാൻഡ് ദ അൺസ്ട്രക്ചേർഡ് ഡാറ്റ. Most beginner AI projects start with structured data. Why? Do you have any idea about it? ഇപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് ഒരു പ്രൊജക്ട് കുഞ്ഞൊരു സാധനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും സ്ട്രക്ചേർഡ് ഡാറ്റ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അതെന്തുകൊണ്ടായിരിക്കും? ഇപ്പൊ ഓൾറെഡി ഐശ്വര്യ ഒക്കെ യൂസ് ചെയ്തല്ലേ, ഇപ്പൊ ഐ ഗസ് CSV ഫയൽസ് ഒക്കെ അറിയാം. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഇതേപോലെ സ്ട്രക്ചേർഡ് ഡാറ്റ ബേസിക് പ്രൊജക്ട്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണേ? Any idea? നമ്മൾ സ്ട്രക്ചർഡ് ഡാറ്റ പറഞ്ഞപ്പോ തന്നെ ആ വേർഡ് പറഞ്ഞു, ഇറ്റ്സ് ആക്ച്വലി ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അനലൈസ്. സോ ദാറ്റ്സ് വൈ വി ആർ യൂസിങ് സ്ട്രക്ചർഡ് ഡാറ്റ. ക്ലിയർ? ആൻഡ് ടുഡേ ഓൾസോ വി ആർ വർക്കിംഗ് വിത്ത് സ്ട്രക്ചർഡ് ഡാറ്റ. സോ എല്ലാവർക്കും ക്ലിയർ അല്ലേ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രക്ചർഡ് ആൻഡ് അൺസ്ട്രക്ചർഡ്? ഓർഗനൈസ്ഡ് ആയതുകൊണ്ട്. യെസ്, കറക്റ്റ്. അപ്പൊ നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. Okay, fine. So next slide, we will discuss about why data is the foundation of AI. This is one of the most important slide of today's session. Why is data so important in AI? There are 3 major reasons. First one, model learns from data. AI systems are not manually programmed for every situation. Instead, they learn patterns from examples. Suppose we want AI to identify cats and dogs. We don't write, cat has 2 ears, cat has whiskers. Instead, we train AI using thousands of cats and dog images. The AI learn patterns by itself. Clear? Okay. So let's go to the second reason. As I said before, garbage in, which is equal to garbage out. This is the golden rule in AI, which means bad data gives bad result. For example, if a hospital data contains wrong patient records, AI predictions can become dangerous. So data quality matters. Clear?
എല്ലാവർക്കും ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റൽ ഡാറ്റയിൽ ഇപ്പൊ എന്തെങ്കിലും മാനിപ്പുലേഷൻസും കാര്യങ്ങളും, ഫോർ എക്സാമ്പിൾ ഇപ്പോ ന്യൂമോണിയ ആയിട്ടൊരു പേഷ്യന്റിന്റെ ആളുടെ ഡിസീസ് ഡയഗ്നോസ് ചെയ്തിരിക്കുന്നത് എന്താ ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്യൂട്ടൈൽ ആണ് ആ ഒരു ഹോസ്പിറ്റലിന്റെ കാര്യം. ബിക്കോസ് ന്യൂമോണിയക്ക് പകരം ക്യാൻസറിന്റെ മെഡിസിൻസോ കാര്യങ്ങളോ കൊടുത്തെങ്കിൽ എന്തായിരിക്കും? സോ അതേപോലെ തന്നെയാണ് നമ്മുടെ ഡാറ്റ, നമ്മൾ ഇൻപുട്ട് ചെയ്യണ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് പ്രഡിക്ഷൻസ് ഇങ്ങോട്ട് കിട്ടുക. സോ അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? എല്ലാവരും ഒരു തംസ് അപ്പ് ഇട്ടെ. ഫൈൻ ഫൈൻ. സോ കമ്മിങ് ടു ദ തേർഡ് റീസൺ, data drives decisions. As I said, AI use data to make smart decisions. ഇപ്പൊ നമ്മൾ ആ ഹോസ്പിറ്റലിലെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ അപ്പൊ നമ്മള് ഗുഡ് ഡാറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അതേപോലെ എല്ലായിരിക്കും പ്രിഡിക്ഷൻസ്. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ റിയൽ ടൈം എക്സാമ്പിൾസ് എവിടെ വരുന്നത് ചോദിച്ചാല് ഇപ്പൊ ഡിസീസ് പ്രിഡിക്ഷന്, ഫ്രോഡ് ഡിറ്റക്ഷൻ, അതേപോലെ തന്നെ റെക്കമെൻഡേഷൻസില്, ആൻഡ് ഓൾസോ ഇപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കുഞ്ഞു പ്രൊജക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ സ്റ്റുഡൻസ് പെർഫോമൻസ് പ്രിഡിക്ട് ചെയ്യാനൊക്കെ നമുക്കിത് യൂസ് ആവും. ഇതിന്ന് ഈ 3 റീസണിന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? AI ജസ്റ്റ് ഗസ്സസ് മാത്രമല്ല, ഇറ്റ് മേക്സ് ഡാറ്റ ഡ്രിവൺ ഡിസിഷൻസ്. നമ്മൾ കൊടുക്കുന്ന ഡാറ്റനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കംപ്ലീറ്റ് AI ഡിസൈഡ് ചെയ്യണത്. ക്ലിയർ? അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. സോ എന്തുകൊണ്ടാണ് ഡാറ്റ AIന്റെ ഫൗണ്ടേഷൻ ആയതെന്ന് ക്ലിയർ ആയോ? അപ്പൊ ഇനി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട് ഉണ്ടാവില്ലല്ലോ. ഡാറ്റ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എല്ലാവരും ക്ലിയർ അല്ലേ? ഓക്കെ ഫൈൻ. സോ ലെറ്റ്സ് കണ്ടിന്യൂ പ്രസന്റേഷൻ. സോ ഡാറ്റ എന്താന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഡാറ്റ സെറ്റ്സ് എന്താന്നാ പറയണ്ടേ? നിങ്ങൾ എല്ലാവർക്കും കേൾക്കുന്ന ഒരു സംഭവമായിരിക്കും ഡാറ്റ സെറ്റ് എന്ന് പറഞ്ഞൊരു വേർഡ്. AI/ML എവിടെ ഉണ്ടോ അവിടെ ഉണ്ടാവും. ഡാറ്റ സെറ്റ് ട്രെയിൻ ചെയ്യുക, ഡാറ്റ സെറ്റ് ക്ലിയർ ചെയ്യുക, അല്ലേ? ഇതിന്റെ മുന്നേ AI/ML പ്രൊജക്ട്സ് ചെയ്ത ആൾക്കാർക്കായിരിക്കും ഈ ഡാറ്റ സെറ്റിന്റെ പ്രീ പ്രോസസ്സിങ്ങിന് തന്നെ ചിലപ്പോൾ അതായിരിക്കും ഫസ്റ്റ് ഫേസ് ആയിട്ട് വെക്കാൻ ഉണ്ടാവാം. ഇവിടെ ഫൈനൽ ഇയേഴ്സ് എത്ര പേരുണ്ട്? ഐശ്വര്യ ഓൾറെഡി പറഞ്ഞു. വേറെ ആരൊക്കെ ഉണ്ട് ഫൈനൽ ഇയേഴ്സ്? ഫൈനൽ ഇയർ അല്ലെങ്കിൽ തേർഡ് ഇയർ ഇപ്പൊ മിനി പ്രൊജക്ടിന്റെയും മെയിൻ പ്രൊജക്ട് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്ര പേരുണ്ട്? ശ്രീകുട്ടി, ക്യാൻ യു പ്ലീസ് ടേൺ ഓൺ യുവർ മൈക്ക്? ഓക്കെ ഫൈൻ. ഇനി ചാറ്റിൽ ഇട്ടാലും മതി. ഈ തേർഡ് ഇയേഴ്സും ഫോർത്ത് ഇയേഴ്സും ആരെങ്കിലും AI/ML പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ടോ? ഡിഗ്രി കംപ്ലീറ്റഡ് റമീസ് ഫൈൻ ഉണ്ട്. പൂർണ്ണേന്ദു ഓക്കെ. ടോപ്പിക് എന്താണെന്ന് പറഞ്ഞേടാ. പ്രൊജക്ടിന്റെ ടോപ്പിക് എന്താടാ? വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ AI/ML പ്രൊജക്ട്സ്? ഗോവിന്ദ്, ടോപ്പിക് എന്താടാ? ഹ്യൂമൻ ആക്ടിവിറ്റി. മിനി ആണോ ചെയ്യണ മൈക്രോ പ്രൊജക്ട് ആണോ ചെയ്യുന്നത്? മോർ സ്യൂട്ടബ്ലി നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറയോ? ബിക്കോസ് ഞാൻ നിങ്ങളുടെ ഞങ്ങള് റെസ്പോൺസിന് വേണ്ടിയിട്ട് ചാറ്റ് ബോർഡ് ചാറ്റിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രൂപ്പ് ആണ്. ഞാൻ പൂർണ്ണേന്ദു, വരുൺ. ഓക്കെ, ടോപ്പിക് ആരും പെട്ടുന്നില്ല. ഫൈൻ. അപ്പൊ നമ്മള് ബേസിക്കലി AI ഇപ്പൊ നിങ്ങൾ സെക്കൻഡ് ഇയേഴ്സ് ആണെങ്കിലും ഫസ്റ്റ് ഇയേഴ്സ് ആണെങ്കിലും ആലോചിക്കുക. അപ്പൊ നിങ്ങൾ മിനി പ്രൊജക്ട് ചെയ്യുന്ന സമയത്താണ് മൈക്രോ പ്രൊജക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മള് ഫസ്റ്റ് ഇപ്പൊ ഒരു AI/ML പ്രൊജക്ട് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാറ്റ സെറ്റ് എന്ന് പറഞ്ഞ സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നിങ്ങൾ 0th റിവ്യൂവിന് കയറി ചെല്ലുമ്പോൾ തന്നെ ഹ്യൂമൻ ആക്ടിവിറ്റി റെക്കഗ്നിഷൻ ഫൈൻ. നിങ്ങൾ കാഗിളിൽ നിന്ന് ഡയറക്റ്റ് ഡാറ്റ സെറ്റ് ഉണ്ടാക്കാണോ ചെയ്തത് ഐശ്വര്യ? ഓ, ഡാറ്റ സെറ്റ് എവിടെ നടത്ത്? ഐശ്വര്യ ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറയോ? ഞാൻ പറയണ വോയിസ് കട്ടായിട്ടാണോ കേൾക്കുന്നേ? ഓഡിബിൾ ആണോ?
ഓക്കെ സന്ദീപ്. ഓക്കെ, എനിവേസ് ഞാൻ അത് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എ ഐ ആണെങ്കിൽ ML പ്രൊജക്ട്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ സീറോ ത്രിപ്പിന് പോണ സമയത്ത് നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ട ഒരു സാധനം എന്തായിരിക്കും? ഡാറ്റ സെറ്റ് ആണ്. ഈ ഡാറ്റ സെറ്റിന് പ്രീ പ്രോസസ്സിംഗിൽ തന്നെ കുറെ സ്റ്റെപ്സ് വരുന്നുണ്ട്. അതായത് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുക, അല്ലാണ്ടെങ്കിൽ നോയിസ് റിഡക്ഷന് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡാറ്റ സെറ്റിന് ആവശ്യമില്ലാത്ത ഡാറ്റ, അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള നോയിസ് റിമൂവൽ, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറെ പ്രോസസ്സ് ഇതിൽ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഡാറ്റ സെറ്റ് ഒരു പ്രൊജക്ടിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഐ ഗസ് ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഇപ്പൊ ബാച്ചിലേഴ്സ് ആണ് നിങ്ങൾ ചെയ്യണമെന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാഗിളെന്നൊക്കെ ഡയറക്ട്ലി അവൈലബിൾ ആണ്, ലിങ്ക്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുത്ത് ഡയറക്ട്ലി കൊടുക്കാൻ വേണ്ടി പറ്റും. കുറച്ചും കൂടിയും ലെവൽ മാറുന്ന സമയത്ത് ഓൾറെഡി നിങ്ങൾ സെൽഫ് ഒരു ഡാറ്റ സെറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അത് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടൊക്കെ വേണ്ടി വരും പ്രോജക്ട്സ് ചെയ്യാൻ. എനിവേസ് കമ്മിങ് ടു അവർ ടോപ്പിക്, ഡാറ്റ സെറ്റ്സ്. It's actually a simple collection of data organized in a structured way. A data set is the collection of data. So, നമ്മളിപ്പോ അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു എക്സൽ ഷീറ്റ് തന്നെ. തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് ആൻ എക്സൽ ഷീറ്റ്. ഒരു എക്സൽ ഷീറ്റിൽ എന്തൊക്കെ ഉണ്ട്? റോസ് ഉണ്ട്, കോളംസ് ഉണ്ട്. ഈ റോസും കോളംസും ആണ് ഇപ്പൊ നമ്മുടെ ഡാറ്റ സെറ്റിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ടേംസ്. അതിൽ റോ എന്ന് പറഞ്ഞാല്, അതായത് റോ എന്ന് പറയുന്നത് ഇങ്ങനെ, കോളം ഇങ്ങനെ. റോ എന്നുള്ളതാണ് നമ്മുടെ ഒബ്സർവേഷൻസ് ഉണ്ടാവുക. വൺ റോ മീൻസ് വൺ കംപ്ലീറ്റ് റെക്കോർഡ്. അതായത് ഇപ്പൊ ഈ ഇത് കണ്ടോ, ഇപ്പൊ ഇതെടുക്കുകയാണെങ്കിൽ തന്നെ സ്റ്റുഡന്റ്, ഈ സ്റ്റുഡന്റ് എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് ആളുടെ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ സ്റ്റുഡൻസിന്റെ ലിസ്റ്റ്, അവിടെ മാത്സിന്റെ മാർക്ക്, ഫിസിക്സിന്റെ മാർക്ക്, കെമിസ്ട്രി. അപ്പൊ ഐഷ എന്ന് പറഞ്ഞ സ്റ്റുഡന്റിന്റെ കംപ്ലീറ്റ് റെക്കോർഡാണ് ഇതിൽ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്താണ്? ഒരു കംപ്ലീറ്റ് റെക്കോർഡാണ്, അതായത് ഒരാളുടെ വൺ കംപ്ലീറ്റ് റെക്കോർഡാണ് റോയിൽ. സെയിം കോളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോളം എന്താ? അട്രിബ്യൂട്ട്സ് ആണ്. അട്രിബ്യൂട്ട്സ് എന്താണെന്ന് അറിയില്ല എല്ലാവരും? DBMS കുറച്ചെങ്കിലും പഠിച്ചിട്ടില്ലേ? അട്രിബ്യൂട്ട്സ് അറിയില്ലേ? അറിയാത്ത ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ പറഞ്ഞേ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അട്രിബ്യൂട്ട്സ് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതേപോലെ തന്നെ, അതായത് അട്രിബ്യൂട്ട്സ് നമ്മുടെ വാല്യൂസ് ആണ് ഇങ്ങനെ റോല് കൊടുക്കുന്നത്. അതിന്റെ മേജർ പെക്യുലാരിറ്റി അതാണ് അട്രിബ്യൂട്ട്സ്. അപ്പോ റോല് എന്താ വരുന്നത്? റോല് വൺ കംപ്ലീറ്റ് റെക്കോർഡ്, കോളത്തിൽ വരുന്നത് നമ്മുടെ അട്രിബ്യൂട്ട്സ്. ഇവിടെ ഏതൊക്കെ അട്രിബ്യൂട്ട്സ് ഉണ്ടെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടേ. എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഇവിടെ എത്ര അട്രിബ്യൂട്ട്സ് ഉണ്ട്? ഞാൻ ഈ കാണിക്കുന്ന സ്റ്റുഡന്റ് മാർക്ക് ഡാറ്റ സെറ്റില് എത്ര അട്രിബ്യൂട്ട്സ് ഉണ്ട്? അതൊന്ന് ഫസ്റ്റ് അതിന്റെ നമ്പർ ഒന്ന് ഇടുക. പിന്നെ ഏതൊക്കെ അട്രിബ്യൂട്ട്സ് ആണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തേ. ഫാസ്റ്റ് ആകൂ. ഹലോ, നാല് ഏതൊക്കെയാ? കൂടി ഒന്ന് ഒരു 2-3 ആൾക്കാർ ടൈപ്പ് ചെയ്തിട്ടെ. യെസ്, പെർഫെക്റ്റ്. സോ ക്ലിയർ അല്ലേ എന്താണ് നമ്മളൊരു റോ കോളം എന്നുള്ളത്? എല്ലാവർക്കും ക്ലിയർ അല്ലേ? സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കറക്റ്റ് ആണ്. നമ്മുടെ അട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞ സ്റ്റുഡന്റ് മാത്ത്, ഫിസിക്സ്, കെമിസ്ട്രി ആണ്. അതേപോലെ തന്നെ ഇവിടെ ഓരോ റോയിലത് ഓരോ ആ സ്റ്റുഡൻസിന്റെ ഇൻഡിവിജ്വൽ ഡാറ്റയും കാര്യങ്ങളാണ്. സോ ദിസ് ഈസ് ഹൗ റിയൽ വേൾഡ് ഡാറ്റ സെറ്റ്സ് ആർ ആക്ച്വലി യൂഷ്വലി ഓർഗനൈസ്ഡ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, പെർഫെക്റ്റ്. സോ ലെറ്റ്സ് മൂവിങ് ടു പൈത്തൺ. റെഡി അല്ലേ എല്ലാരും? കുറച്ച് ഹാൻഡ്സ് ഓൺ പരിപാടികളിലേക്ക് കിടക്കല്ലേ? ഓക്കെ, ഫൈൻ. അതിലാണ് എല്ലാവർക്കും ഇൻട്രസ്റ്റ്. അപ്പൊ എല്ലാരും പാരലലി കൊളാബ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചോളൂ.
സോ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലൈബ്രറീസ് ആയിട്ടുള്ള പാൻഡാസ് നംപൈ ഒക്കെ പഠിക്കുന്നതിന്റെ മുന്നേ തന്നെ നമുക്ക് ബേസിക് പൈത്തൺ ഡാറ്റ സ്ട്രക്ചർ എന്താണെന്ന് പഠിക്കാം. ക്ലിയർ? ദാറ്റ് ഈസ് ലിസ്റ്റ്. Actually, a list stores multiple values in one variable. ഒരൊറ്റ വാരിയബിളിൽ തന്നെ. വാരിയബിൾ എന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ? നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ വാരിയബിൾ ഡാറ്റ ടൈപ്പ് ഒക്കെ. അപ്പോ ഒരൊറ്റ വാരിയബിളിൽ തന്നെ മൾട്ടിപ്പിൾ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ് ലിസ്റ്റ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ മാർക്സ് ഇതാണ് നമ്മുടെ വാരിയബിൾ. ഈക്വൽ ടു ഇതിന്റെ ഉള്ളിൽ കണ്ടില്ലേ മൾട്ടിപ്പിൾ ഡാറ്റാസ് ആണ് ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നത്. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ലിസ്റ്റ്. This list contains mark of students. നമുക്ക് ഈച്ച് എലമെന്റിന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഓരോ ലൈക് വാല്യൂ വെച്ചിട്ട് മാർക്ക് 0 എന്ന് കൊടുത്തു. ഇത് ഡാറ്റ സ്ട്രക്ചർ ആയിട്ട് തന്നെ 0, 1, 2, 3 എന്നായിരിക്കും പൊസിഷൻസ് അലൈൻ ചെയ്യാം. അല്ലാണ്ട് 1, 2, 3 എന്നാവില്ല. അപ്പൊ നമ്മൾ മാർക്ക് സ്ക്വയർ ബ്രാക്കറ്റിൽ 0 എന്ന് ഇട്ട് കഴിഞ്ഞാല് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഫസ്റ്റ് എലമെന്റ് കിട്ടും. ക്ലിയർ? അപ്പൊ നമുക്ക് ചെയ്യുമ്പോ നോക്കാം. ഞാൻ മാർക്സ് -1 ഇട്ടു. അപ്പൊ എന്താ കിട്ടുക? ഐ മീൻ മാർക്സ് -1 ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താ കിട്ടുക? എല്ലാരും ഒന്ന് കമന്റ് ചെയ്തേ. അത് വാലിഡ് അല്ലല്ലോ. ലാസ്റ്റ് എലമെന്റ്. ഗുഡ്. നമ്മൾ പൈത്തണില് ഇങ്ങനെ -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി സർക്കുലർ പോലെ തിരിച്ചാണ് വരിക. 0 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എലമെന്റും -1 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് എലമെന്റും. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇത് ശരിക്കും ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ലാസ്റ്റ് എലമെന്റ് കിട്ടാൻ വേണ്ടിട്ട് എന്ത് കമന്റാ കൊടുക്കാൻ? ക്ലിയർ? ഓക്കെ. എന്നോട് എന്റെ മെന്റർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് ഞാൻ കൺവേ ചെയ്തു എന്ന് മാത്രം. അപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ ലിസ്റ്റ് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും? ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് ഓൾസോ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലിസ്റ്റ് ഹെൽപ്പ് ചെയ്യും. ദേ ആർ ദ ഫൗണ്ടേഷൻ ഓഫ് അഡ്വാൻസ്ഡ് ഡാറ്റ അനാലിസിസ്. ഓക്കെ, ഇപ്പത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡാറ്റ അനാലിസിസിന്റെ ഫൗണ്ടേഷൻ ആയിട്ടാണ് നമ്മുടെ ലിസ്റ്റ് നമ്മൾ കാണുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്, basic statistics with Python. Now things become interesting. Once data is stored, we can analyze it. Python provides simple functions for statistics. For example, sum, len, average, min, max, etc. Sum usually used to calculate the total. നമ്മള് സിൻടാക്സ് ഇങ്ങനെയാണ്: ടോട്ടൽ ഈക്വൽ ടു സം മാർക്സ് പ്രിന്റ് ടോട്ടൽ. ഈ ടോട്ടൽ ഇവിടുത്തെ വാരിയബിൾ ആണ്. പ്രിന്റ് ടോട്ടൽ #635. കമ്മിങ് ടു ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ കൗണ്ട് ചെയ്യാൻ, ഐറ്റംസ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ക്ലിയർ? ദെൻ ആവറേജ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പൈൻസ് സം ആൻഡ് ലെങ്ത്. ആവറേജ് എങ്ങനെ കാണാം? ടോട്ടൽ ബൈ കൗണ്ട് അല്ലേ. സോ അതുകൊണ്ട് നമ്മുടെ സമ്മിന്റെയും ടോട്ടലും കമ്പൈൻ ചെയ്തതാണ് ആവറേജ്. ഇനി മിൻ ആൻഡ് മാക്സ് എന്താ? മിനിമം, മാക്സിമം. These help us to find lowest value as well as highest value. So നമുക്ക് ഇതിന്റെയൊക്കെ നോക്കാം. ഈ ഫങ്ഷൻസ് എല്ലാം പവർഫുൾ ആണ്. ഈവൻ വിത്ത് ബേസിക് പൈത്തൺ we can start analyzing data. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം? ഒരു ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റി ചെയ്യല്ലേ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പൊ എല്ലാരും നമ്മുടെ എന്തെടുത്തേ? കൊളാബ് എടുത്തേ. എടുത്തു കഴിഞ്ഞവരെല്ലാരും ഒരു തംസ് അപ്പ് ഇട്ടേ. നമ്മൾ ചെയ്യുന്ന കോഡിൽ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ഗൈസ് ഹാവ് ടു ആൻസർ മീ. ഓക്കെ, ആസ്ക് മീ. ഓക്കെ, ഫൈൻ. സോ ഞാൻ എന്ത് ചെയ്യാണ്? നമുക്ക് കുറച്ച് മാർക്സ് ഓരോന്നിന് കൊടുക്കാം.
മാത്ത് ഈക്വൽ ടു മാത്ത് അണ്ടർ സ്കോർ അല്ലെങ്കിൽ മാത്ത് എന്ന് കൊടുത്താലും മതി. മാത്തിന്റെ മാർക്സ് ഈക്വൽ ടു ഞാൻ എന്ത് കൊടുക്കാണ്, നമ്മള് വാല്യൂസ് കേർലി ബ്രാക്കറ്റ്സിലല്ല കൊടുക്കുക, നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ്സിലാണ് വാല്യൂസ് കൊടുക്കുക. 88, 72, 95, 61, 78. ഓക്കെ ഫൈൻ. അതേപോലെ തന്നെ ഫിസിക്സ് മാർക്സ്, കെം മാർക്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ എന്ത് ചെയ്തോ, വാല്യൂസ് കൊടുത്തോ. ഫിസിക്സ് മാർക്സ് same as that. Chem max, chem കൊടുക്കുക. ആഫ്റ്റർ നമ്മൾ എന്താ ചെയ്യേണ്ടത്, സ്റ്റുഡൻസിന്റെ നെയിമും കൂടി എൻറ്റർ ചെയ്യാണ് അടുത്തൊരു ഒരു ലിസ്റ്റ് ആയിട്ട്. അപ്പൊ ഇതിൽ ടോട്ടൽ എത്ര ലിസ്റ്റ് ഉണ്ട് ഓക്കെ, ഇതിൽ ടോട്ടൽ ഇപ്പൊ 4 ലിസ്റ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്. അപ്പൊ എന്ത് ചെയ്തു, ഇങ്ങനെ 4 ലിസ്റ്റ് ഉണ്ടാക്കി. എല്ലാരും ചെയ്തോ? ചെയ്ത ലൈക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയ ആൾക്കാരെല്ലാരും ഒന്ന് കമന്റ് ഷെയർ ഒരു തംസപ്പ് ഇട്ടെ, ഒരു ഫയറോ തംസപ്പോ വോട്ട് എവറോ ഒന്ന് ഇട്ടെ. ഓക്കെ ഫൈൻ. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിനി നമുക്ക് ആവറേജ് കാണാം. അപ്പൊ ആവറേജ് കാണാൻ എന്താ ചെയ്യാം, മാത്ത് അടുത്തൊരു സെഷനത്ത് മാത്ത് അണ്ടർസ്കോർ ആവറേജ് ഈക്വൽ ടു ഫിസിക്സ് മാത്സിന് പകരം ആവറേജ് ഓക്കെ. എല്ലാരും കംപ്ലീറ്റ് ചെയ്തിട്ട് ഒന്ന് റൺ ചെയ്തേ. അയ്യോ ഞാൻ എന്താ ചെയ്തു, സ്പേസസ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ മാർക്ക് ആവറേജ് വെയിറ്റ് മാം ആ കെമിസ്ട്രി മാർക്കിന്റെ അവിടെ ഒരു കോം അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്.
Okay, match not defined. Okay. Average. ഓക്കെ, മൈ മിസ്റ്റേക്ക്. ഞാൻ ചെയ്തില്ല. എന്താ വെച്ചാൽ നമ്മുടെ ഇൻഡന്റേഷൻ എറർ ആൻഡ് ആക്ച്വലി സിൻടാക്സ് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഞാൻ ഇവിടെ സ്ട്രിങ് ആഡ് ചെയ്തപ്പോൾ സ്ട്രിങ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഡബിൾ കോട്ട്സിൽ വേണം ഇടാൻ വേണ്ടിയിട്ട്. ക്ലിയർ? ഇന്നലെ നമ്മൾ ചെയ്തപ്പോഴും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എല്ലാരും ഒന്ന് ചെയ്തേ. ആൻസർ കിട്ടിയോ? എല്ലാരും ആൻസേഴ്സ് നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തേ. ആൻസേഴ്സ് എവിടെ? നിങ്ങൾ ഗ്രൂപ്പിൽ ഇടുന്നുണ്ടോ? ഇല്ലല്ലോ. പോസ്റ്റ് ചെയ്യൂ എല്ലാരും. ഒന്ന് ആൻസേഴ്സ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലിട്ടെ.
സോ എല്ലാവരും ഇപ്പൊ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തു. സെയിം ആസ് ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഇതില്ലത് എന്താ വെച്ചാല് മിനിമം മാർക്കും മാക്സിമം മാർക്കും കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ കൊടുത്ത ഡാറ്റയിൽ മിനിമം മാർക്ക് എന്ന് പറയുമ്പോൾ 61 ആയിരുന്നു മാത്സിന്റെ മാർക്ക്. മാക്സിമം മാർക്ക് 95 ആയിരുന്നു. സെയിം ആസ് അറ്റ് ഫിസിക്സിന്റെ നോക്കുമ്പോൾ 44ഉം 89ഉം ആയിരുന്നു. കെമിസ്ട്രീന്റെ മാർക്ക് 23യും 98 ആയിരുന്നു. ക്ലിയർ? അപ്പൊ ഇങ്ങനെയാണ് എന്ത് മിൻ ആൻഡ് മാക്സ് കാണാം. അപ്പൊ അതൊന്ന് ചെയ്യാം. ആൻഡ് ഓൾസോ ഞാൻ എന്ത് ചെയ്യാം? പാരലലി നമുക്ക് ടോപ്പ് പെർഫോമറിനെ എന്തായാലും നമുക്ക് നോക്കാം. കണ്ടോ? നമുക്ക് ഇതേപോലെ നമ്മുടെ സ്റ്റുഡൻസിന്റെ ടോട്ടൽ മാർക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇങ്ങനെ വാല്യൂസ് കിട്ടുമ്പോൾ നമുക്ക് ആരാണ് ടോപ്പർ എന്ന് കാണാൻ പറ്റും. അപ്പോ ഈ ചെയ്തിയിൽ റമീസ് 228, ആൽവിൻ 225, അതിൽ ഫാത്തിമ 242 ഉണ്ട്. സോ ഇങ്ങനെയാണ് എന്ത് നമ്മൾ ഹയസ്റ്റ് മാർക്ക്, മിൻ, മാക്സ് അല്ലാന്നുണ്ടെങ്കിൽ ആവറേജ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പൊ എല്ലാതും ഒന്ന് ചെയ്ത് നോക്കിയേ. So coming to patterns in the data, അതായത് ഇപ്പൊ ഒരിക്കലും ഇപ്പൊ നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത് ഇതാക്കണ പോലെ ഒന്നും AI ചെയ്യില്ല. ഇപ്പൊ ഒരു ഔട്ട്പുട്ടും കാര്യമൊക്കെ നമുക്ക് കിട്ടി, അതിനെ ബേസ് ചെയ്തിട്ട് അവിടെ ഒരു ലിറ്ററലി ഒരു പാറ്റേൺസ് ആണ് ക്രിയേറ്റ് ചെയ്യണത്. ഫോർ എക്സാമ്പിൾ ജസ്റ്റ് AI തിങ്ക് ചെയ്യണപ്പോ എല്ലാവരും തിങ്ക് ചെയ്യുക, കോഡിങ്ങോ അല്ലെങ്കിൽ ഒബ്സർവേഷൻ മാത്രം കോഡിംഗ് ഒന്നും ഇല്ലാണ്ട് ഒബ്സർവേഷൻ മാത്രം യൂസ് ചെയ്തിട്ട്. അതായത് ഐ ലാസ്റ്റ് യു സം ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ ചെയ്തതിന് ബേസ് ചെയ്തിട്ട് നിങ്ങളിപ്പോ ഓരോരുത്തരും പല കൈൻഡ് ഓഫ് ആണല്ലോ ചെയ്തത്. അപ്പോ അതില് ടഫസ്റ്റ് സബ്ജക്ട് ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ? പറ്റില്ലേ? മാർക്ക് ബേസിൽ നമുക്ക് മനസ്സിലാക്കിക്കൂടെ ഏതാണ് ഏറ്റവും കുറവ് മാർക്കുള്ളത്, അപ്പൊ ഏതാണ് ടഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കിക്കൂടെ? പറ്റില്ലേ? യെസ്. അതേപോലെ തന്നെ ഏത് സബ്ജക്റ്റിനാണ് ഇംപ്രൂവ്മെന്റ് വേണ്ടത്, ഏത് സ്റ്റുഡന്റ് ആണ് കൺസിസ്റ്റന്റ് ആയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യണത്, ഇതൊക്കെ നമുക്ക് പറ്റില്ലേ? This is exactly what AI does. It finds patterns from data. Clear?
ഓക്കെ, സോ ഞാൻ വെറുതെ ഒരു തമാശക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇൻസ്റ്റഗ്രാമിന് നിങ്ങളുടെ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ കുറിച്ച് എന്ത് മനസ്സിലാവും? എന്തെല്ലാരും ആരെങ്കിലും ഒരാൾ മൈക്ക് ഓൺ ചെയ്തേ. നമ്മുടെ ഇൻട്രസ്റ്റ് മനസ്സിലാവും. എക്സാക്ട്ലി. നമ്മുടെ ഫേവറേറ്റ് ഫുഡ് എന്താ, ഫേവറേറ്റ് സെലിബ്രിറ്റി ഏതാ, നമ്മുടെ സ്ലീപ്പിംഗ് ടൈം, ഫേവറേറ്റ് റീൽസ്. ക്ലിയർ? സോ there exists the conclusion. That's AI plus data working in real life. Clear? So എല്ലാവർക്കും ഇന്ന് പറഞ്ഞ why AI is the bloodline, sorry, why data is the bloodline of AI എന്നില്ല നമ്മുടെ സ്റ്റാർട്ടിങ് സംഭവത്തിന്റെ, അതായത് ഞാൻ ഈ ഒരു സെഷന് നെയിം ഇട്ടതേ അതാണ്. അത് എന്തുകൊണ്ടാന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഡാറ്റ, ദ ലൈഫ് ബ്ലഡ് ഓഫ് AI. ഈ സാധനം എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഫൈൻ. സോ ഇതുകൊണ്ടാണ് ഇപ്പോ ഈ ഒരു റീസൺ കൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ പക്ക കോഡിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടാവില്ല AI ഡിറ്റക്ട് ചെയ്യുക. അതേപോലെ പല പല ഒബ്സർവേഷൻസ്, പാറ്റേൺ, ഈവൻ പാറ്റേൺ റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞ ഒരു സബ്ജക്ട് തന്നെ ഉണ്ട് മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുന്ന ടൈമില്. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് AI പ്രിഡിക്ട് ചെയ്യണത്. ക്ലിയർ? അല്ലാതെ നോർമൽ ഗസ്സസ് അല്ല. ഇപ്പൊ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് AI അല്ലെങ്കിൽ ML ഡാറ്റ എന്ന് ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ അല്ലേ? Okay, fine. So today we learned about list, basic data analysis in Python, and also actually what's the importance of data in artificial intelligence and machine learning. ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോ എല്ലാവർക്കും മനസ്സിലാവേണ്ട ഒരു കാര്യം, Python is not just about writing code. It is about organizing data, analyzing information, and solving the problems efficiently. Clear? ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് നമ്മളിപ്പോ ഇവിടെ കൊളാബിൽ ചെയ്ത പ്രൊജക്ട്, നമ്മുടെ ഡാറ്റ സ്ട്രക്ചർ, ഇത് ശരിക്കും പറഞ്ഞ പൈത്തൺ കോഡ് ചെയ്തതാണ്. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പക്ക കോഡാണോ? ആക്ച്വലി അതൊരു കോഡ് എഴുതുന്നതിനായി പുറമെ നമ്മൾ ഡാറ്റനെ ഓർഗനൈസ് ചെയ്ത് അതേപോലെ തന്നെ ഇത് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ വർക്ക് ചെയ്തത്. ഓക്കെ, നമ്മുടെ പ്രോബ്ലത്തിന് പ്യുവർലി ആരോ പണ്ട് പറഞ്ഞൊരു സംഭവം ഉണ്ട്, എഞ്ചിനീയേഴ്സ് ആർ ദ പ്രോബ്ലം സോൾവേഴ്സ്. അതായത് ഇപ്പൊ നമ്മളെ ഏത് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കും എന്നാണ് എഞ്ചിനീയേഴ്സിന്റെ ബേസിക് ആയിട്ട് ഒരു സാധനം. അതേപോലെ തന്നെ എന്താ, നമ്മുടെ പ്രോബ്ലത്തിലെ സൊല്യൂഷൻ തരാൻ വേണ്ടിയിട്ട് നമുക്ക് പൈത്തൺ വളരെ എഫക്റ്റീവ് ആണ്. അതുകൊണ്ടാണ് മെയിൻ എല്ലാ സംഭവത്തിലും പൈത്തന്റെ ഇൻട്രൂഷനും. അപ്പൊ പൈത്തൺ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ്, ഡാറ്റ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്ന് എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, ഫൈൻ. സോ എന്തായാലും നാളെ സൺഡേ ആയതുകൊണ്ട്, പിന്നെ ഇന്നലെ ഓൾറെഡി നിങ്ങൾക്ക് ഒരു ലീവ് കിട്ടി മുഹറത്തിന്റെ, അതുകൊണ്ട് ആക്ച്വലി ഇന്നത്തെ സെഷൻ ഇന്നലെ എടുക്കേണ്ടതായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീക്കില് നമുക്കൊരു കുഞ്ഞു ടാസ്ക് ചെയ്യാം. ബൈ ടുമോറോ അല്ല, നാളെ ഈവനിങ് ആവുമ്പോ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഗൂഗിൾ ഡ്രൈവ് ഗ്രൂപ്പിൽ ഇടാം. ഞാൻ നിങ്ങൾക്ക് ആക്ച്വലി ഒരു പ്രൊജക്ട് അസൈൻ ചെയ്യാൻ പോവാണ്. അപ്പോ അത് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, യു ഹാവ് ടു അപ്ലോഡ് യുവർ ഔട്ട്പുട്ട് ഇൻ ദ ഡ്രൈവ്. ക്ലിയർ? ഓക്കെ, ഫൈൻ. കുഞ്ഞു പ്രൊജക്റ്റ് ആണ്. ഐ നോ നിങ്ങൾ എന്തായാലും എല്ലാരും AI ഒക്കെ വെച്ചിട്ട് തന്നെയാണ് എന്ത് ചെയ്യാൻ പോവാ,
നിങ്ങൾ എന്തായാലും പ്രൊജക്ട് ചെയ്യാൻ പോവാന്ന് എനിക്കറിയാം. നമ്മുടെ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് സ്റ്റുഡന്റ് പെർഫോമൻസ് അനാലിസിസ് ആൻഡ് റെക്കമെൻഡേഷൻ സിസ്റ്റം യൂസിങ് പൈത്തൺ. ആ റെക്കമെൻഡേഷൻ സിസ്റ്റം നിങ്ങൾ വിട്ടേക്ക്. അപ്പോ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഞാൻ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒബ്ജക്റ്റീവ്, അതായത് നമ്മുടെ എനിക്ക് കിട്ടേണ്ട ഔട്ട്പുട്ടും കാര്യങ്ങളും ഞാൻ ഓൾറെഡി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ആവറേജ്, ടോപ്പ് പെർഫോമർ ആരാ, ടോപ്പ് സ്കോറർ, ഇതിന്റെ റെക്കമെൻഡേഷൻ പോലെ. ക്ലിയർ? ഞാൻ ഇതിന്റെ ജോബ് പ്രോജക്ട് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളെല്ലാം ഈ ഒരു ഡോക്യുമെന്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളത് എല്ലാതും കൂടി ഒരു ഫയലായിരിക്കണം. ഗൂഗിൾ കൊലാബ് നോട്ട്ബുക്ക്, അതായത് നിങ്ങൾ ചെയ്ത ആ വർക്ക് എന്തായാലും എല്ലാവർക്കും ഇപ്പൊ നമ്മുടെ കൊളാബ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് എന്ത് ചെയ്യാം, സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. കണ്ടോ, അപ്ലോഡ്, സേവ് എ കോപ്പി ഇൻ ഡ്രൈവ് എന്ന് പറഞ്ഞ് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അങ്ങനെ സേവ് ചെയ്തതിനു ശേഷം ഈ ഒരു ഗൂഗിൾ കൊളാബിന്റെ വാല്യൂവും നമ്മുടെ ആ ഒരു ഫയലും ആൻഡ് ഓൾസോ വേറെ എന്തൊക്കെ വേണം, അതായത് സോഴ്സ് കോഡ് വിത്ത് പോട്ടെ, നിങ്ങൾ ചെയ്ത ഔട്ട്പുട്ട് എന്തായാലും അതിലെ ആൻസർ ഇത് അവൈലബിൾ ആവില്ല, നമ്മൾ റൺ ചെയ്താലേ കാണുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ഔട്ട്പുട്ടിന്റെ സ്ക്രീൻഷോട്ട് ആൻഡ് ഓൾസോ നിങ്ങൾ എന്താണ് ചെയ്തത് എന്നുള്ളൊരു സാധനം, അതിന്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ. ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഫൈൻ. അപ്പോ ഇതെല്ലാം കൂടിയിട്ട് ഒരു ഫയലാക്കിയിട്ട് നിങ്ങളുടെ പേരിൽ ഒരു ഡോക്യുമെന്റ് പോലെ ഒരു ഫോൾഡർ ഓൾറെഡി ഡ്രൈവിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ ഇപ്പൊ ഈ ഒരു വീക്ക് ഒരു പ്രൊജക്ട് ഉണ്ട്, നെക്സ്റ്റ് വീക്ക് ഒരു പ്രൊജക്ട് ഉണ്ട്, അതിനെ ബേസ്ഡ് ആയിരിക്കും നിങ്ങൾക്ക് എന്തായാലും സർട്ടിഫിക്കറ്റ് തരും, അത് തന്നെ തരുമല്ലോ. ഓക്കെ, അപ്പോ അത് നിങ്ങളിപ്പോ ഒന്നും അറിയാണ്ട് ഈ ഒരു സെഷൻ കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് ഇതിന് കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രൊജക്ട് ചെയ്യാൻ. ആൻഡ് ഓൾസോ യു ഗൈസ് ആർ ഫസ്റ്റ് ഇയേഴ്സ് ആൻഡ് സെക്കൻഡ് ഇയേഴ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവും ഫ്യൂച്ചറിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ. സോ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പൊ വളരെ ഒരു കുഞ്ഞു പ്രൊജക്റ്റ് ആണ്, ആർക്കും ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ. എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇൻ ബിറ്റ്വീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാലോ മതി. എല്ലാവർക്കും ഓക്കെ അല്ലേ? മനസ്സിലായില്ല എല്ലാവർക്കും? യാ ഷുവർ. അത് ഞാൻ എന്തായാലും ഈ ഒരു ഡോക്യുമെന്റ് തന്നെ ഞാൻ ഗ്രൂപ്പിൽ ഇടാം. ആൻഡ് ഓൾസോ ഇത്രയും ദിവസം നമ്മളെടുത്ത PPTസും ഞാൻ അതിൽ തന്നെ ഷെയർ ചെയ്യാം. ഓക്കെ, ഫൈൻ. അപ്പോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കുക. ആൻഡ് ഓൾസോ നാളെ ഈവനിങ് ആയിട്ട് നമ്മൾ എന്തായാലും ഡ്രൈവ് ഷെയർ ചെയ്യുന്നതാണ്. ക്ലിയർ? അപ്പൊ ഇനി നമുക്ക് മൺഡേത്തെ ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. See you until next time. Bye.